modification അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. മാരുതി ജിപ്സി ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. 1985 ആണ് ജിപ്സി ഇന്ത്യൻ ഓട്ടോമൊബൈൽ രംഗത്ത് എത്തിയത്. ഇത് പ്രധാനമായും ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇത് 2019 മാരുതി സുസുക്കി ജിപ്സിയുടെ നിർമ്മാണം നിർത്തിവെച്ചു. സൈന്യത്തിൻ്റെ വാഹനമായതുകൊണ്ട് ഓഫ് റോഡിൻ്റെ സ്ഥാനത്ത് ജിപ്സിക്ക് വലിയൊരു നേട്ടമാണുള്ളത്. അതുകൊണ്ട് ജിപ്സി പലർക്കും ഒരു നൊസ്റ്റാൾജിയ വാഹനമാണ്. തുടർന്ന് വീഡിയോ കാണുന്നതിന് മുൻപ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇതിനെക്കുറിച്ച് അഭിപ്രായമോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതിൽ ഞങ്ങൾ ചെയ്യുന്ന വർക്കുകൾ കോയ പവർ സ്റ്റിയറിംഗ് ഇൻസ്റ്റാളേഷൻ, AC ഫിറ്റിംഗ്സ്, ഹാർഡ് ടോപ്പ്, ജിപ്സി എന്ന് പതിച്ച ഒരു ഹാൻഡ്മെയ്ഡ് ബോർഡ്, പിന്നെ ഇതിൽ ഫ്ലാറ്റോ മാറ്റി വരുന്ന പാച്ച് വർക്കുകളും. ഇതൊരു ലെങ്ത് കൂടിയ വീഡിയോ ആണ്. അതുകൊണ്ട് ഇതിൻ്റെ പ്രധാന ഭാഗങ്ങൾ വരുന്ന വീഡിയോ ഡ്യൂറേഷൻ സ്ക്രീനിൽ കാണിക്കുന്നതാണ്. അത് കണ്ട് നിങ്ങൾക്ക് ആവശ്യം വരുന്ന ഭാഗം സ്കിപ്പ് ചെയ്ത് കാണുക, അല്ലെങ്കിൽ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. പഴയ ഫ്ലാറ്റ് ഫോം തകിടിന് കനം കുറവായതുകൊണ്ട് ഒരുപാട് ഡിസൈൻ ചെയ്ത് തകിടിൻ്റെ ബലം കൂട്ടിയിരിക്കുകയാണ്. കൂടാതെ 3 പാർട്ടായിട്ടാണ് കമ്പനി വരുന്നത്. സെൻറ്ററിൽ ഒരു ഫ്ലാറ്റ് ഫോം, പിന്നെ 2 മൾഗാർഡിൻ്റെ ഫ്രണ്ടിലും ബാക്കിലുമായി ചെറിയ 2 പാർട്ട്. ഞങ്ങൾ 14 ഗേജ് തകിടിൽ ഡിസൈൻ ഒഴിവാക്കി ഒറ്റ ഫ്ലാറ്റ് ഫോം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക് ഡോറിൻ്റെ ബീഡിങ് തറയ്ക്കാൻ ഫ്ലാറ്റ് ഫോമിനോട് ചേർന്ന് ഒരു എക്സ്ട്രാ തകിട് കമ്പനിക്കുണ്ട്. അത് ഞങ്ങൾ ഈ ഫ്ലാറ്റ് ഫോമിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ 2 ജോയിൻ്റ് ഉണ്ട്. അത് ഒഴിവാക്കി ഞങ്ങളുടെ ഒരു രീതിക്കാണ് ഇത് ചെയ്തിരിക്കുന്നത്.
ബാക്കിലെ റണ്ണിംഗ് ബോർഡ് 14 ഗേജാണ്. കമ്പനി ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം പ്ലാറ്റ്ഫോം അങ്ങനെയാണ് ഞങ്ങൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ കവർ ഇടുന്നതിന് മുമ്പ് ബാക്കിലെ ബമ്പറിൻ്റെയും നമ്പർ ബോർഡിൻ്റെയും ഫിറ്റിങ്സ് ഈ കവറിലാണ്. അതുകൊണ്ട് ഇതും കൂടി ചെയ്തതിന് ശേഷം മാത്രമേ കവർ ഇടാൻ പറ്റുകയുള്ളൂ. പെട്രോൾ ഒഴിക്കുന്ന ക്യാപ്പിന് ഒരു മാറ്റം വരുത്തി. ഞങ്ങൾ അതിന് അടപ്പിട്ടു. സ്ക്രാപ്പിൽ നിന്ന് അനുയോജ്യമായ ഒരു ഡോർ സംഘടിപ്പിച്ച് അകത്തു നിന്നും തുറക്കാവുന്ന രീതിയിൽ ഫിറ്റ് ചെയ്തു. ചെറുതാങ്ങി പിടിപ്പിക്കുന്നതിനായി ഒരു ഫൗണ്ടേഷൻ ഇതുപോലെ ചെയ്തതാണ്. സൈഡ് വീലാർച്ച് പിടിപ്പിക്കുന്ന ഫൗണ്ടേഷനാണിത്. ഇത് മാത്രം റെഡിമെയ്ഡാണ്. പിന്നെ ഫ്രണ്ട് പ്ലാറ്റ്ഫോം മാറ്റി അല്പം പാച്ച് വർക്ക്. ഇത്രയും ചെയ്തതിന് ശേഷം ബോഡിയിൽ അടിപ്പെയിൻറ്റിന് വേണ്ടി മാറ്റി. ചേസിൽ അല്പം പണി വന്നു. ഈ ഭാഗത്തൊരു കവറുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ നശിക്കുന്നത്. പിന്നെ ചേസ് വൃത്തിയാക്കി കവറിട്ടു. അതേസമയം ബോഡിയിൽ അടിപ്പെയിൻ്റ് അടിക്കുന്ന സ്ഥാനത്ത്
കഴുകി വൃത്തിയാക്കി എപ്പോക്സി പ്രൈമർ അടിച്ചതിന് ശേഷം കറുത്ത പെയിൻ്റ് അടിപ്പിച്ചു. ചേസിനകത്ത് പെയിൻ്റ് അടിച്ച് മെക്കാനിക്കൽ പണി പൂർത്തിയാക്കുന്നത് വരെ ബോഡിയിൽ ഹാർഡ് ടോപ്പിനുള്ള പണി തുടങ്ങി. പഴയ രീതിയിൽ ടാർപ്പ എങ്ങനെയോ അതുപോലെ ഒരു ഹാർഡ് ടോപ്പ്. അതിൻ്റെ ഭാഗമായി 2 സൈഡ് എക്സ്റ്റെൻഡ് ചെയ്ത് രണ്ട് സൈഡിലും വാട്ടർ ചാനൽ ഉൾപ്പെടുത്തി തകിടിൻ്റെ ബലത്തിന് വേണ്ടിയിട്ട് ഡിസൈനിങ് ചെയ്ത് ടോപ്പ് പിടിപ്പിക്കുന്നു. ഇതിൻ്റെ കളർ റെഡ് ആയതുകൊണ്ട് എൻജിൻ വരുന്ന ഭാഗം കളറടിച്ച് ബോഡി ചേസിൽ ഉറപ്പിച്ചതിന് ശേഷം വീണ്ടും ഹാർഡ് ടോപ്പിൻ്റെ പണി തുടങ്ങി.
ഷെൽഫിൻ്റെ ബാക്കിൽ ബീഡിംഗ് ഇട്ട ഒരു ഗ്ലാസ്, ഡബിൾ ഗ്ലാസ്സാണ് ഇവിടെ ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഏതോ ഒരു വാഹനത്തിൻ്റെ ഫ്ലാറ്റ് ഗ്ലാസ്സാണ്. അത് ഞങ്ങൾ മുറിച്ച് വാങ്ങിയതാണ്. അങ്ങനെ ബോഡിയിലെ പണി ഒരുവിധം പൂർത്തിയാക്കി. ഇനി അടുത്തത് കോയ പവർ സ്റ്റിയറിംഗ് ഫിറ്റിംഗ്സ് ആണ്. അതിനായി 5 ഇഞ്ച് സ്ക്വയർ വരുന്നതും 1 ഇഞ്ച് കനം വരുന്നതുമായ ഒരു പ്ലേറ്റാണ്. ഈ പ്ലേറ്റ് ഇതിൽ കാണുന്നത് പോലെ ഒരു ഭാഗം 4 ഇഞ്ച് നിർത്തി മറുഭാഗം 1 ഇഞ്ചിൽ കുറയാതെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതാണ് കോയ പവർ സ്റ്റിയറിംഗ്. കോയ ഒരു ജപ്പാനീസ് കമ്പനിയാണ്. ഈ പവർ സ്റ്റിയറിംഗ് പലതരം കാറുകളിൽ ഉപയോഗിച്ചിരിക്കുന്നു. പവർ സ്റ്റിയറിംഗ് ഫിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ റേഡിയേറ്റർ പിടിപ്പിക്കുന്ന ഫൗണ്ടേഷനിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. അത് ഈ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. AC ചെയ്യുന്നത് കൊണ്ട് വിൻഡ് ഷീൽഡിൻ്റെ ഭാഗത്ത് ഇതുപോലൊരു ജിപ്സി എന്ന ഫൈബറിൽ ചെയ്ത ഒരു ഷീൽഡാണ് ഫിറ്റ് ചെയ്യുന്നത്. ഞങ്ങളും അതുപോലെ ഓർഡർ ചെയ്ത് കാത്തിരുന്നു. വന്നപ്പോൾ അതിനൊരു ക്വാളിറ്റിയോ ഭംഗിയോ ഉണ്ടായിരുന്നില്ല. പകരം ഞങ്ങൾ തകിടിൽ ചെയ്യാൻ തീരുമാനിച്ചു.
ഇതിന് എത്രത്തോളം ഭംഗിയുണ്ടെന്ന് നിങ്ങൾ തീരുമാനിച്ച് അറിയിക്കുക. പിന്നെ പണി കിട്ടിയത് റൈറ്റ് സൈഡ് മൾഗാർഡാണ്. ബാറ്ററി വരുന്ന പാർട്ടായതുകൊണ്ട് അവിടം നശിച്ചത്. വാങ്ങാൻ കിട്ടും, പക്ഷേ കുറച്ചധികം രൂപയാകും. അതുകൊണ്ട് മൾഗാർഡ് പണിതെടുത്തു. എൻജിൻ വന്ന് മറയുന്ന ഭാഗവും മഡ്ഗാർഡും ഗ്രില്ലും റെഡ് കളർ പെയിൻ്റ് അടിച്ചു. പിന്നീട് ഫിറ്റ് ചെയ്യേണ്ട കുറച്ച് ഭാഗങ്ങൾ ഫിറ്റ് ചെയ്തിട്ട് പെയിൻറ്റിങ്ങിന് കൊടുത്തു. സെക്കൻഡ് കോട്ട് പെയിൻറ്റിങ്ങിന് ശേഷം ഇലക്ട്രിക് വർക്കും ബാക്കി ഫിറ്റ് ചെയ്യാനും നമ്മുടെ ഷോപ്പിൽ വാഹനം എത്തിച്ചു. പിന്നെ ബാക്കി ഫിറ്റ് ചെയ്യാനുള്ളവ ഫിറ്റ് ചെയ്തും
ഗ്ലാസ് ഇട്ടും അതിലെ ഇൻറ്റീരിയർ വർക്കും എല്ലാം ചെയ്തതിന് ശേഷം അവസാന ഫിനിഷിംഗ് വർക്കിലേക്ക് എത്തി.